കോൺഗ്രസിന്റെ യുവശക്തി വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞാൽ 1982 അക്കൊല്ലത്തെ കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാടിൽ നിന്നും മത്സരിക്കാനായി കോൺഗ്രസ് നിയോഗിച്ചത് മാവേലിക്കരയ്ക്കടുത്തുള്ള ചെന്നിത്തലയിൽ നിന്നും ഒരു രമേശിനെയാണ്. ആ സുമുഖനായ ചെറുപ്പക്കാരൻ തന്റെ കന്യംഗത്തിൽ വിജയിക്കുകയും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാവുകയും ചെയ്തു. ഇന്ന് സുപരിചിതനായ രമേശ് ചെന്നിത്തല അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വഴിത്തിരിവായിരുന്നു. പിൽക്കാലത്ത് കോൺഗ്രസ് രമേശിനെ പോലെ പല യുവനിര നേതാക്കൾക്കും അവസരങ്ങൾ അതിനുശേഷവും നൽകിയിട്ടുണ്ട്. ശരിയാണ്, 1971 ആരും പ്രതീക്ഷിക്കാതെ ജയിക്കാൻ ഒരു കണക്കിലും സാധ്യതയില്ല എന്ന കണക്കുകൂട്ടലിൽ കോൺഗ്രസ് യുവനിരയിൽ നിന്ന് ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കാനായി ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ നിയോഗിച്ചത് ചരിത്രത്തിന്റെ ഒരു ഭാഗമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ പല യുവനിര നേതാക്കൾക്കും കോൺഗ്രസ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ, പി.സി. വിഷ്ണുനാഥ്, സി.ആർ. മഹേഷ്, ഷാഫി പറമ്പിൽ, ഹൈബി ഈഡൻ, എൽദോസ് കുന്നപ്പള്ളി, റോജി എം. ജോൺ എന്നിങ്ങനെ പോകുന്നു വിജയിച്ച യുവനേതാക്കളുടെ നിര. ഈ അസംബ്ലിയുടെ കാലത്ത് തന്നെ തന്റെ പിതാവിന്റെ വിയോഗത്തിനെ തുടർന്ന് പുതുപ്പള്ളിയിലെ വിടവ് നികത്താൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പുത്രനായ ചാണ്ടി ഉമ്മനെയാണ്. ഷാഫി പറമ്പിൽ കഴിഞ്ഞ കൊല്ലം വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റേത് സിറ്റിംഗ് സീറ്റായ പാലക്കാട് നിലനിർത്താൻ പാർട്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ്. കൂടാതെ കഴിഞ്ഞ തവണ അങ്കമാലി പിടിച്ചെടുത്ത റോജി എം. ജോണിനും ആ ദൗത്യം ഏൽപ്പിച്ചു. 2021 നടന്ന കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും ശ്രദ്ധ പിടിച്ചുപറ്റിയത് കായംകുളത്ത് നിന്ന് മത്സരിച്ച അർപ്പിത ബാബു എന്ന ചെറുപ്പക്കാരിയായിരുന്നു. LDF അനുകൂലമായ ഒരു വിധിയെഴുത്ത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് അർപ്പിത തോൽവി സമ്മതിക്കേണ്ടി വന്നത്. അതേ കൊല്ലം കോഴിക്കോട് നോർത്തിൽ നിന്ന് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് ആയിരുന്നു. ഇവിടെയും നല്ലൊരു ശക്തി പ്രകടനമാണ് അഭിജിത്ത് കാഴ്ചവെച്ചത്. ഇതൊക്കെ കൊണ്ട് തന്നെ അടുത്ത കൊല്ലം നടക്കാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യുവനിരയിൽ നിന്ന് ആർക്കെല്ലാം അവസരം ലഭിക്കുമെന്ന് ചർച്ചയായിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലും ചാണ്ടിയുമ്മനും അവരുടെ നിലവിലുള്ള സീറ്റുകളിൽ നിന്ന് തന്നെ വീണ്ടും ജനവിധി തേടുമെന്നാണ് 100 വട്ടം ഉറപ്പ്. പഴയതുപോലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള സാധ്യത വിരളമാണ് എന്നതുകൊണ്ട് ഇതിനോടകം കഴിവ് തെളിയിച്ചിട്ടുള്ള ഒട്ടനവധി യുവ നേതാക്കൾക്ക് അവസരങ്ങൾ ലഭിക്കും. അർപ്പിതയ്ക്ക് കായംകുളത്ത് നിന്ന് തന്നെ ഒരവസരം നൽകാനുള്ള സാധ്യതകൾ ഈ അവസരത്തിൽ എഴുതി തള്ളാനാവില്ല. എന്നാൽ അഭിജിത്തിനെ പുതിയ കണക്കുകൂട്ടൽ അനുസരിച്ച് കോഴിക്കോട് ജില്ലയിലുള്ള കൊയിലാണ്ടി സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നിയോഗിക്കുവാനാണ് സാധ്യത. ഇതിനോടകം സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചിട്ടുള്ള മറ്റൊരാൾ ഇപ്പോൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള എബിൻ വർക്കിയാണ്. എബിനെ തന്റെ പാർട്ടി മത്സരിപ്പിക്കാനിടയുള്ള സീറ്റ് ആറന്മുളയാണ്. ടെലിവിഷൻ ചർച്ചകളിലൂടെ സുപരിചിതനായ എബിക്ക് പുറമെ സ്വന്തം മികവ് കാട്ടിയിട്ടുള്ള ഡോക്ടർ ജിൻഡോ ജോൺ ആണ് ജിൻഡോയ്ക്ക് മത്സരിക്കാൻ എറണാകുളം ജില്ലയിലെ ഒരു സീറ്റായിരിക്കും നൽകുന്നത്. നിലവിലുള്ള KSU പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിന് അതേ ജില്ലയിൽ തന്നെ മത്സരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ കണ്ണൂരിൽ നിന്നുള്ള റിജിൻ മാൻകുട്ടിക്കും ഒരവസരം കൂടി ലഭിക്കുവാനുള്ള സാധ്യത എഴുതി തള്ളാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ തലശ്ശേരിയാണ് സീറ്റെങ്കിൽ ഇത്തവണ കണ്ണൂർ സീറ്റിലായിരിക്കും റിജിലിനെ കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള 14 സീറ്റുകളിൽ 2 പ്രത്യേകിച്ച് നഗരത്തിന് പുറത്തുള്ള സീറ്റുകളിൽ PC സനൂപിനെയും VS സനൂപിനെയും കോൺഗ്രസും UDFും സ്ഥാനാർത്ഥിത്വം നൽകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടലുകൾ. അതുപോലെ തന്നെ വയനാട്ടിലെ മാനന്തവാടിയിൽ കോൺഗ്രസ് ലയണൽ മാത്യു എന്ന യൂത്ത് കോൺഗ്രസുകാരനായിരിക്കുമെന്ന് സൂചനകളുണ്ട്. ഇതുകൂടാതെ ഒരു പറ്റം യുവാക്കൾക്ക് കൂടി സ്ഥാനാർത്ഥി പട്ടികയുടെ നിർണായക ഘട്ടത്തിൽ മുൻനിരയിലേക്ക് എത്തുവാൻ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഇലക്ഷൻ സംബന്ധമായ മറ്റു വിശേഷണങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്.